വേൾഡ് കപ്പ് ഇന്ത്യ നേടിയ ശേഷം ഏറ്റവും കൂടുതൽ വിവാദമായത് സൂര്യയുടെ ക്യാച്ചായിരുന്നു. സൂര്യ ക്യാച്ച് പിടിക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. കുറച്ച് പിന്നിലോട്ടായിരുന്നു റോപ്പ് ഉണ്ടായിരുന്നത്. ഇത് സൂര്യ മനഃപൂർവ്വം നീക്കി വെച്ചു എന്നാണ് മുൻ താരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഇതിനെപ്പറ്റി സൂര്യ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് റോപ്പ് നീക്കി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറി ലൈൻ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കളിയുടെ സ്റ്റാർട്ടിങ് തന്നെ ബൗണ്ടറിയുടെ റോപ്പ് അങ്ങനെ നീങ്ങിയിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടത് ഗ്രൗണ്ട് സ്റ്റാഫാണ്. അല്ലാതെ ഈയൊരു കുറ്റം എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കളിയുടെ തുടക്കത്തിലെ വീഡിയോ നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൗണ്ടറിയുടെ റോപ്പ് നേരത്തെ തന്നെ നീങ്ങിയിരുന്നതാണ്. ഞാൻ ഈ ക്യാച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നേടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിവാദം വന്നിരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യൻ ടീം കപ്പ് നേടരുതെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ കപ്പ് നേടിയപ്പോൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തത്. ഇന്ത്യയെ ഇഷ്ടമില്ലാത്തവരാണ് ഓരോ വിവാദങ്ങൾ പറഞ്ഞ് വരുന്നത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കളി ജയിച്ചിരിക്കുന്നത്. എൻ്റെ ക്യാച്ച് ഞാൻ കൃത്യമായിട്ടാണ് എടുത്തത്. അതിൽ യാതൊരു കൃത്രിമത്വമില്ലെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സൂര്യകുമാർ കറക്റ്റ് കാര്യം പറഞ്ഞു. ബൗണ്ടറി റോപ്പ് നേരത്തെ തന്നെ നീങ്ങിയതാണ്. ചില മാച്ചുകളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അത് ഗ്രൗണ്ട് സ്റ്റാഫാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യയോ ക്യാച്ച് എടുത്ത ആളോ കുറ്റക്കാരല്ല. ഇന്ത്യ ശരിക്ക് കളിച്ചിട്ടാണ് വേൾഡ് കപ്പ് നേടിയത്. സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇന്ത്യ ബൗളിങ്ങിൽ കളി തിരിച്ചു പിടിച്ചു. ഇന്ത്യ കപ്പ് നേടിയത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ടീമിനെ. പാകിസ്ഥാനാണ് ഈ ഒരു ആരോപണം ആദ്യമേ ഉന്നയിച്ചത്. എന്നാൽ കറക്റ്റ് ഉത്തരമാണ് രോഹിത് ശർമ്മ കൊടുത്തത്. ICCയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. സൂര്യകുമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.